ബോബി ചെമ്മണ്ണൂർ ജയിലിന് പുറത്ത് അകത്തേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് രാഹുൽ ഈശ്വർ. രണ്ടുപേർക്കെതിരെയും പരാതി കൊടുത്തത് ഹണി റോസ് തന്നെയാണ്. ആദ്യം പരാതി കൊടുത്തത് ബോബി ചെമ്മണ്ണൂരിനെതിരെയാണ്. ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. ജാമ്യം കിട്ടി പുറത്തിറങ്ങി. അകത്തേക്ക് പോകുന്നു ബോബി ചെമ്മണ്ണൂരിനെ പോലെ തന്നെ ഹണി റോസിന്റെ പരാതിയിൽ രാഹുൽ ഈശ്വറും. ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയും വീണ്ടും അധിക്ഷേപിക്കുകയായിരുന്നു ഹണി റോസിനെ. ഇതാണ് ഹണി റോസിന്റെ പരാതി കൊടുക്കും, നിയമ നടപടി കൈക്കൊള്ളുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഹണി റോസ് പറഞ്ഞത്. ഹണി റോസിന്റെ പരാതി ഇങ്ങനെയാണ്: എൻ്റെ മൗലിക അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട്, എൻ്റെ മൗലിക അവകാശങ്ങളിലേക്ക് കടന്നു കയറി എന്നെ അപമാനിച്ചുകൊണ്ട്, എനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും എന്നെ ആക്രമിക്കുകയും അപായപ്പെടുത്തുമെന്നുമുള്ള ഭീഷണികളുടെ രീതിയിലും തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും വരുന്ന എല്ലാ പോർവിളി കമന്റുകൾക്ക് ആഹ്വാനം നടത്തിയ രാഹുൽ ഈശ്വറിനെതിരെ ഞാൻ നിയമ നടപടി കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഹണി റോസ്. ഇതേ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. പരാതിയിൽ ഇതുവരെയും പോലീസ് തീരുമാനമെടുത്തിട്ടില്ല, നിയമോപദേശത്തിന് വിട്ടിരിക്കുകയാണ്. പോലീസ് നിയമോപദേശം കിട്ടിയതിനു ശേഷം മാത്രമേ നടപടിയിലേക്ക് പോവുകയുള്ളൂ എന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനു മുമ്പ് തന്നെ രാഹുൽ ഈശ്വർ നേരെ ഹൈക്കോടതിയിൽ പോയി മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. എന്തിന്? പോലീസ് കേസ് പോലും എടുത്തിട്ടില്ല. അതിനു മുമ്പ് എന്തിനാണ് രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നത് അപ്പോൾ തന്നെ ചർച്ചയായതാണ്. നേരത്തെ തന്നെ രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്താൽ, ഇതാ നോക്കൂ, എനിക്ക് എതിരെ ഒരു കുറ്റവുമില്ല, ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു, ഞാൻ പറയുന്നത് ശരിയാണ്, അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമാണ് ഞാൻ ഉപയോഗിച്ചത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാനുള്ള രാഹുൽ ഈശ്വറിന്റെ അടവ് മാത്രമായിരുന്നു അത്. എന്നാൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞില്ല. തിരിച്ചടി രാഹുൽ ഈശ്വറിന് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ തിരിച്ചടിയാണത്. രാഹുൽ ഈശ്വർ ആവശ്യപ്പെട്ടത് അറസ്റ്റ് തടയണം, മുൻകൂർ ജാമ്യം അനുവദിക്കണം എന്നാണ്. മുൻകൂർ ജാമ്യം അനുവദിച്ചില്ല, കേസ് മാറ്റിവെച്ചു 27ലേക്ക്, എന്ന് വെച്ചാൽ ഈ മാസം അവസാനത്തേക്കാണ് മാറ്റിവെച്ചത്, നീട്ടിവെക്കുകയായിരുന്നു. അതോടൊപ്പം അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി പറഞ്ഞിട്ടുമില്ല, വാക്കാൽ പോലും പറഞ്ഞിട്ടില്ല എന്നോർക്കണം. അറസ്റ്റ് തടയണമെന്ന ആവശ്യത്തിൽ തീരുമാനമെടുത്തില്ല എന്ന് വെച്ചാൽ അറസ്റ്റ് തടഞ്ഞില്ല. ഇനിയിപ്പോൾ കേസെടുത്താൽ അപ്പോൾ തന്നെ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്തതിനു ശേഷം ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് കോടതി തീരുമാനിക്കും. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചതുകൊണ്ട് രാഹുൽ ഈശ്വറിന് ചിലപ്പോൾ പെട്ടെന്ന് ജാമ്യം കിട്ടിയേക്കാം. എന്നിരുന്നാലും അറസ്റ്റ്, കോടതി, ജയിൽ, ഇത് ഉറപ്പാണ് രാഹുൽ ഈശ്വറിന്. അത്രയും മോശപ്പെട്ട രീതിയിലാണ് ഹണി റോസിനെതിരെ രാഹുൽ ഈശ്വർ സംസാരിച്ചു കൊണ്ടിരുന്നത്. സംസാരിക്കുക മാത്രമല്ല, ഹണി റോസിനെതിരെ ആരും സംസാരിക്കാൻ തയ്യാറാകാതിരുന്ന സമയത്ത്, കാരണം ബോബി ചെമ്മണ്ണൂർ അത്രയും മോശമായ രീതിയിലാണ് ഹണി റോസിനോട് പെരുമാറിയത്. അതുകൊണ്ട് ഹണി റോസിന് എതിരെ ആരും സംസാരിച്ചിരുന്നില്ല, ബോബി ചെമ്മണ്ണൂരിന് അനുകൂലമായിട്ടും ആരും സംസാരിച്ചിരുന്നില്ല. അപ്പോഴാണ് രാഹുൽ ഈശ്വർ ഇടപെടുന്നത്, ബോബി ചെമ്മണ്ണൂരിന് അനുകൂലമായി ടെലിവിഷൻ ചാനലുകളിൽ ചർച്ച നയിക്കുന്നത്, അത് സോഷ്യൽ മീഡിയയിൽ കമന്റായി വരുന്നത്, ആ കമന്റിന് താഴെ നിരവധി കമന്റുകൾ ബോബി ചെമ്മണ്ണൂരിന് അനുകൂലമായി വരുന്നു. ബോബി ചെമ്മണ്ണൂരിന് അനുകൂലമായി വരുന്ന കമന്റുകൾ മുഴുവൻ ഹണി റോസിന് എതിരുമാണ്. ഹണി റോസിനെ വീണ്ടും അപമാനിക്കുന്ന, ആക്ഷേപിക്കുന്ന തരത്തിലാണ് ഈ കമന്റുകൾ മുഴുവൻ വന്നത്. അത് ഹണി റോസിനെ സംബന്ധിച്ച് വീണ്ടും അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹണി റോസ് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആദ്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു, എന്നെ ഇനിയും ഇതുപോലെ, എന്ന് വെച്ചാൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയതുപോലെ പോലീസ് സ്റ്റേഷനിൽ കയറാനും പരാതി നൽകാനും ഇടയാക്കരുത് എന്ന് പൊതുവെ പറഞ്ഞു വെച്ചിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഹണി റോസ്. അത് രാഹുൽ ഈശ്വറിനുള്ള മുന്നറിയിപ്പായിരുന്നു. എന്നാൽ അത് കണക്കിലെടുക്കാതെ വീണ്ടും ഹണി റോസിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ് രാഹുൽ ഈശ്വർ ചെയ്തത്. അദ്ദേഹം ഒന്നുകൂടി കടത്തി പറഞ്ഞു, ഞാൻ സംസാരിക്കുന്നത് കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, ഞാൻ സംസാരിക്കുന്നത് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ്. ആരാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന പുരുഷൻ? രാഹുൽ ഈശ്വർ ഉദ്ദേശിക്കുന്ന പുരുഷൻ ആരാണ് എന്ന ചോദ്യം അപ്പോൾ തന്നെ ഉയർന്നു വന്നിരുന്നു മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ നിന്ന്. അതേക്കുറിച്ച് നിരവധി കമന്റുകളും വന്നിരുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പുരുഷന് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വിവിധ കമന്റുകൾ അതിന് താഴെ വരികയും ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. അത് അപ്പോൾ തന്നെ തകർന്നിരുന്നു. പുരുഷന്മാർക്ക് വേണ്ടി ഏത് സ്ത്രീയെയും അധിക്ഷേപിക്കാമെന്നാണ്. ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയോ നിൽക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ബോബി ചെമ്മണ്ണൂർ എന്താണോ ചെയ്തത് അത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് രാഹുൽ ഈശ്വർ ചെയ്തത്. അത് ഹണി റോസ് തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ പറയുന്നു, ഞാൻ കൊടുത്ത പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും, ബോബി ചെമ്മണ്ണൂരിനെതിരെ കൊടുത്ത പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും, ജനങ്ങളുടെ പൊതുബോധം എന്റെ നേരെ തിരിയാനും എന്ന ഉദ്ദേശത്തോടെ സൈബർ ഇടത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം
ക്രൈം ആസൂത്രണം ചെയ്യുകയാണ് രാഹുൽ ഈശ്വർ എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിൽ. എന്ന് വെച്ചാൽ ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈമാണ് എന്ന്. അതുകൊണ്ട് തന്നെയാണ് കോടതി അറസ്റ്റ് തടയാതിരുന്നത്. ഇനി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്താൽ ഉറപ്പായും രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്താൽ അദ്ദേഹത്തിന്റെ വഴിയും ജയിലിലേക്ക് തന്നെയാണ്. കാരണം കോടതി അറസ്റ്റ് തടഞ്ഞില്ല. അറസ്റ്റിന് ശേഷം കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജാമ്യാപേക്ഷ നൽകുകയും വാദിക്കുകയും ഒക്കെ ചെയ്യാം എന്നല്ലാതെ പോലീസ് മുൻകൂർ ജാമ്യത്തിന് തീരുമാനം വരുന്നവരെ കാത്തിരിക്കില്ല. അറസ്റ്റ് തടഞ്ഞിരുന്നുവെങ്കിൽ അന്തിമ തീരുമാനം വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുമായിരുന്നു. എന്നാൽ ഇനി കാത്തിരിക്കില്ല എന്ന സൂചന തന്നെയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. പോലീസ് കേസെടുത്താൽ സ്വാഭാവികമായും അറസ്റ്റ് ചെയ്യും രാഹുൽ ഈശ്വറിനെ. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഈശ്വർ ജയിലിലേക്കായിരിക്കും പോവുക. അത് രാഹുൽ ഈശ്വർ സ്വന്തം മേനിക്ക് വേണ്ടി അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുമോ എന്നത് മറ്റൊരു കാര്യമാണ്. അതാണ് രാഹുൽ ഈശ്വറിന്റെ ഉദ്ദേശം. ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ച് വന്നതിന് പിറകിൽ, ദിലീപിനെ അനുകൂലിച്ച് വന്നതിന് പിറകിൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ പോലീസ് കേസെടുത്തപ്പോൾ ഇരകൾക്ക് എതിരെ രംഗത്ത് വന്നു, വേട്ടക്കാരന് വേണ്ടി സംസാരിച്ചു. ഇതൊക്കെ നാം കണ്ടുകൊണ്ടിരുന്നതാണ്. അതിനുശേഷമാണ് ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. എല്ലാം ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടാണ്. ഇതാ ജയിലിലേക്ക് പോകുന്നതും ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടാക്കി മാറ്റാൻ രാഹുൽ ഈശ്വർ ശ്രമിക്കും. ഇത് തന്നെയായിരുന്നു ബോബി ചെമ്മണ്ണൂറും ചെയ്തത്. പക്ഷേ 2 ദിവസം ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ജയിൽ ഒരു പ്രശ്നം തന്നെയാണ്. ഇനി അദ്ദേഹം പുറത്തിറങ്ങിയാൽ നല്ല കുട്ടിയാകുമോ എന്നതാണ് നമുക്ക് കാണാനുള്ളത്.